ന് 69 സീറ്റുകൾ ലഭിക്കാം. അതിൽ 9 കൂടുകയോ കുറയുകയോ ചെയ്യാം. അപ്പോൾ യു ഡി എഫിന് 40% ആളുകളുടെ വോട്ടാണ് ലഭിച്ചിരിക്കുന്നത് എന്ന് ടുഡേ ചാണക്യ പറയുന്നു. അതോടൊപ്പം എൽ ഡി എഫിന് 38% ആളുകളുടെ വോട്ട് ലഭിച്ചിരിക്കുന്നു. 38 മുതൽ 41 വരെ, യു ഡി എഫിന് 40 മുതൽ 43 വരെ ശതമാനം വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ബി ജെ പിക്ക് 20 മുതൽ 23% വരെ വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട് എന്ന് ടുഡേ ചാണക്യ വ്യക്തമാക്കുകയാണ്. അപ്പോൾ ടുഡേ ചാണക്യയുടെ ഫലം വളരെ പ്രധാനമാകുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കുറെ കൂടി കൃത്യമായ കണക്കുകൾ അവതരിപ്പിക്കാൻ ടുഡേ ചാണക്യയ്ക്ക് കഴിഞ്ഞു എന്നതാണ് അതിൽ ഒരു ഘടകമായി വരുന്നത്. ഏതായാലും വലിയൊരു മൃഗീയ ഭൂരിപക്ഷം അങ്ങനെ യു ഡി എഫിന് ടുഡേ ചാണക്യ നൽകുന്നത് ഈ 69 സീറ്റുകൾ പ്ലസ് 9 കൂടിയാൽ 69 നിന്ന് 78 സീറ്റുകൾ വരെ കിട്ടാം എന്ന് പറയുന്നു. അപ്പോൾ 78 സീറ്റുകൾ വരെ കിട്ടാം. എൽ ഡി എഫിന് അതേസമയം കിട്ടാനിരിക്കുന്നത് 73 വരെ സീറ്റുകൾ കിട്ടാം. അപ്പോൾ വലിയ ഒരു വാശിയേറിയ മത്സരം നടന്നു എന്ന് തന്നെയാണ് ടുഡേ ചാണക്യയുടെ ഫലങ്ങൾ വരുന്നത്. പക്ഷേ ബി ജെ പിക്ക് വലിയൊരു മേൽക്കൈ അല്ലെങ്കിൽ വലിയൊരു മുന്നേറ്റം, ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഒരു അക്കൗണ്ട് തുറക്കാത്ത ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അത് ഒരു വലിയ നേട്ടം ടുഡേ ചാണക്യ പറയുന്നു. കാരണം 7 സീറ്റുകൾ വരെ അവർക്ക് കിട്ടാം എന്നത്, അങ്ങനെ വന്നാൽ അത് ബി ജെ പിക്ക് ഒരു വലിയ നേട്ടമാകും. മാത്രവുമല്ല, ഈ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം വോട്ടുകൾ 62% മുസ്ലിം വോട്ടുകൾ വന്നിരിക്കുന്നത് യു ഡി എഫിനാണ് ലഭിച്ചിരിക്കുന്നത് എന്ന് ടുഡേ ചാണക്യ വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ എൽ ഡി എഫിന് 33% വോട്ടുകൾ ആണ് ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന്, മുസ്ലിം വോട്ടുകളിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. ക്രിസ്ത്യൻ വോട്ടുകൾ 53% യു ഡി എഫിനൊപ്പം നിന്നിരിക്കുന്നു എന്ന് ടുഡേ ചാണക്യ പറയുന്നു. അതോടൊപ്പം എൽ ഡി എഫിന് 34% പേരാണ് ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് എൽ ഡി എഫിനൊപ്പം നിന്നിരിക്കുന്നത് എന്ന് ടുഡേ ചാണക്യ വ്യക്തമാക്കുകയും ചെയ്യുന്നു. പട്ടിക വിഭാഗത്തിൽ നിന്ന് യു ഡി എഫിന് 31% വോട്ടുകൾ ലഭിച്ചു എന്നാണ് പറയുന്നത്. അതേസമയം പട്ടിക വിഭാഗങ്ങളിൽ നിന്ന് എൽ ഡി എഫിനാണ് കൂടുതൽ വോട്ട് ലഭിച്ചിരിക്കുന്നത്. 49% വോട്ടുകൾ ആണ് എൽ ഡി എഫിന് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ടുഡേ ചാണക്യയുടെ ഒരു കണക്കനുസരിച്ച് മുന്നോക്ക ഹൈന്ദവ വിഭാഗങ്ങളിൽ നിന്ന് കൂടുതൽ വോട്ടുകൾ യു ഡി എഫിന് ലഭിക്കുന്നു. ഏറ്റവും കൂടുതൽ ബി ജെ പിക്ക് ലഭിച്ചിരിക്കുന്നു എന്ന കണക്കാണ് അവർ നൽകുന്നത്. നായർ വിഭാഗത്തിൽ നിന്ന് 39% വോട്ടുകളും ബി ജെ പിക്ക് പോയിരിക്കുന്നു. 32% യു ഡി എഫിനുള്ളൂ എന്ന് കണക്ക് പറയുന്നു. ഈഴവ വോട്ടുകളും 32% ബി ജെ പിക്ക് പോകുമ്പോൾ 20% മാത്രമേ യു ഡി എഫിനുള്ളൂ എന്ന് പറയുന്നു. അതേസമയം എൽ ഡി എഫിന് ഈഴവ വിഭാഗത്തിൽ നിന്ന് 47% വോട്ടുകൾ അവർക്കുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ സ്വാഭാവികമായും യു ഡി എഫിന് ലഭിച്ചിരിക്കുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് ഈ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ വലിയ ഒരു വോട്ടിൻ്റെ പിന്തുണ അവർക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് ടുഡേ ചാണക്യയുടെ ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന കണക്കുകൾ വ്യക്തമാക്കുന്നു. അപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വന്ന ആ കണക്കുകളോട് ഏതാണ്ടൊക്കെ സാമ്യമുള്ള രീതിയിൽ തന്നെയാണ് ടുഡേ ചാണക്യയുടെയും കണക്കുകൾ. പക്ഷേ ബി ജെ പിക്ക് കാര്യമായ ഒരു നേട്ടം 7 സീറ്റുകൾ വരെ ലഭിക്കാം എന്ന് ടുഡേ ചാണക്യ പറയുകയും ചെയ്തു. അപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന കണക്കുകളിലും ബി ജെ പിക്ക് 7 സീറ്റുകൾ വരെ ലഭിക്കാം എന്നുള്ള പ്രവചനങ്ങൾ ചിലരൊക്കെ നടത്തിയിരുന്നു. ടുഡേ ചാണക്യയും സമാനമായ രീതിയിൽ തന്നെ 3 മുതൽ 7 വരെ സീറ്റുകൾ ബി ജെ പിക്ക് ലഭിക്കാം എന്ന ഒരു പ്രവചനമാണ് നടത്തുന്നത്. ഏതായാലും ഇനി നമുക്ക് പോകേണ്ടത് ഇന്നത്തെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ സംബന്ധിച്ച് പലതരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. കേരളത്തിൽ ഇടതുമുന്നണിക്ക് അനുകൂലമായ സാഹചര്യമാണ് എന്ന് മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു. അപ്പോൾ കഴിഞ്ഞ തവണ തോൽക്കുമെന്ന് പറഞ്ഞ മണ്ഡലങ്ങളിൽ പോലും തങ്ങൾ വിജയിച്ചിരുന്നു. ഇടതുമുന്നണിക്ക് ബേപ്പൂർ നല്ല വിജയം ഉണ്ടാകും എന്നും മുഹമ്മദ് റിയാസ് പറയുകയാണ്. അപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങളെ അദ്ദേഹം തള്ളിക്കളയുകയാണ്. ആ പ്രതികരണം ഒന്ന് കേൾക്കാം. പൊതുവെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ എക്സിറ്റ് പോളിൽ ബേപ്പൂർ മണ്ഡലത്തിൽ എൽ ഡി എഫ് പരാജയപ്പെടും. ബേപ്പൂർ ഉൾപ്പെടെ പല മണ്ഡലത്തിലും മണിയാശാൻ ഉൾപ്പെടെ പരാജയപ്പെടുന്നതായിരുന്നു. പക്ഷേ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ ഉടുമ്പൻചോലയും ബേപ്പൂരൊക്കെ നല്ല വോട്ടിന് എൽ ഡി എഫ് വിജയിക്കുന്ന സ്ഥിതി പറഞ്ഞു. അപ്പോൾ അതൊക്കെ ജനങ്ങൾ കണ്ടതാണ്. ബാക്കി വോട്ടെണ്ണുമ്പോൾ പൊതുവെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല വിജയം ഉണ്ടാവും. ബേപ്പൂർ മണ്ഡലത്തിലും നല്ല നിലയിലുള്ള വിജയം എൽ ഡി എഫിനുണ്ടാവും.
പ്രതീക്ഷിച്ച പോലെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നത് എന്നാണ് UDF സ്ഥാനാർത്ഥി അബുമോൻ ജോസഫിന്റെ പ്രതികരണം. ആ പ്രതികരണം കേൾക്കാം. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പ്രതീക്ഷിച്ചിരുന്ന ഒരു ഫലമാണ് എക്സിറ്റ് പോളിലും പുറത്തു വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും കേരളത്തിലൊരു ഭരണമാറ്റം ഉണ്ടാകുമോ എന്ന് തന്നെയാണ് UDF നേതാക്കന്മാരെല്ലാവരും തന്നെ മുൻകൂട്ടി പറഞ്ഞിരുന്നത്. തീർച്ചയായിട്ടും അത് സാധൂകരിക്കുന്ന രീതിയിലുള്ള ഒരു എക്സിറ്റ് പോളാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് തീർച്ചയായിട്ടും വളരെയേറെ പ്രതീക്ഷ നൽകുന്ന ഒരു എക്സിറ്റ് പോളാണ്. കൂട്ടായ പ്രവർത്തനത്തിന്റെ വിജയമാണ് UDFന് ലഭിച്ചത് എന്നായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രതികരണം. കേൾക്കാം ആ പ്രതികരണം. എല്ലാവരും സർവ്വശക്തിയോടുകൂടി ഈ ഗവൺമെൻറ് മാറുന്നതിന് വേണ്ടി ജനങ്ങളോടൊപ്പം പ്രവർത്തിച്ചു. അതിൻ്റെ ഒരു പ്രതിഫലനം എക്സിറ്റ് പോളിലുണ്ടായി എന്നാണ് എൻ്റെ വിശ്വാസം. എക്സിറ്റ് പോളിന് അപ്പുറത്തേക്ക് പോകുമോ എന്നുള്ളതാണ് പല ആളുകളുടെ ഇപ്പോഴത്തെ ചോദ്യം. കാരണം എക്സിറ്റ് പോൾ കൊണ്ട് മാത്രം നിൽക്കാൻ പറ്റുമോ, അതിനപ്പുറത്ത് പോകാൻ കഴിയില്ലേ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. അതോടൊപ്പം തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങൾ എപ്പോഴും ശരിയായിക്കൊള്ളണമെന്നില്ല എന്നാണ് LDF കൺവീനർ TP രാമകൃഷ്ണന്റെ പ്രതികരണം. കഴിഞ്ഞ 10 വർഷം ഈ LDF സർക്കാർ ഭരിച്ചു. ഒരു ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് TP രാമകൃഷ്ണൻ പറഞ്ഞു വയ്ക്കുന്നു. ആ വാക്കുകൾ കൂടി കേൾക്കാം. അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ എക്സിറ്റ് പോള് അത് പൂർണ്ണമായിട്ടും ജനങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രതിഫലിപ്പിക്കുന്നു എന്ന നിലയിൽ നമുക്ക് വിലയിരുത്താൻ കഴിയുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങളെല്ലാം പരിശോധിച്ച് വിശകലനം ചെയ്യുമ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ള ഈ റിപ്പോർട്ട് നമുക്ക് സ്വീകരിക്കാൻ കഴിയാവുന്ന ഒരു നിലയല്ല. അത് അങ്ങനെ സംഭവിച്ചോളണമെന്നില്ല. ഏതായാലും സർക്കാർ വിരുദ്ധ വികാരമില്ല എന്നതിൻ്റെ തെളിവാണ് ഈ എക്സിറ്റ് പോൾ എന്ന് ആണ് MV ഗോവിന്ദൻ്റെ പ്രതികരണം. അത് കേൾക്കാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു ഉത്കണ്ഠയില്ല. ഇപ്പോൾ വന്ന സർവേ 2 കാര്യം വളരെ വ്യക്തതയോടുകൂടി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, ഗവൺമെൻറ് വിരുദ്ധ വികാരമില്ല. 2, കേരളത്തിലെ മുഖ്യമന്ത്രിയാവാൻ സാധ്യതയുള്ള ഏറ്റവും പ്രമുഖനായ നേതാവ് സഖാവ് പിണറായി വിജയനാണ്. ഈ 2 കാര്യം സർവേയുടെ ഭാഗമായിട്ട് തന്നെ വന്നിട്ടുള്ളതാണ്. 80 മുതൽ 90 സീറ്റുകൾ വരെ നേടി UDF അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ ശരിയാകും എന്നാണ് K മുരളീധരന്റെ ധാരണ. സർവേയിൽ പറയുന്നത്, എക്സിറ്റ് പോളിലും പറയുന്നത് UDF ജയിക്കുന്ന. ഇപ്പോൾ ഞങ്ങളെടുത്ത കണക്ക് അനുസരിച്ച് 80 മുതൽ 90 വരെയുള്ള സീറ്റുകൾ ലഭിക്കുന്നതാണ് പാർട്ടി എടുത്തിട്ടുള്ള ഒരു കണക്കിൽ വ്യക്തമാണ്. ഇത് രണ്ടും ചേർന്ന് നോക്കുമ്പോൾ എക്സിറ്റ് പോളുകൾ പൂർണ്ണമായിട്ടും ശരിയാണെന്നാണ് ഞങ്ങളുടെ ഒരു അസസ്മെന്റ്. ഇനി നമുക്ക് ബംഗാളിലെ ചില കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.